റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് പുതിയ മോസിലോസ്കോപ്പിന്റെ ബില്ല് കണ്ടെത്തിയെന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വാദം പൊളിയുന്നു. ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ രേഖയുടെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ഈ രേഖ ബില്ലല്ല, ഉപകരണങ്ങൾ നന്നാക്കാൻ കൊടുത്ത സ്ഥാപനം തിരിച്ചു കൊടുത്ത ഡെലിവറി ചെല്ലാനാണ്. അതേസമയം നെഫ്രോസ്കോപ്പിന് പകരം മോസിലോസ്കോപ്പ് എന്നാണ് ചെല്ലാനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എഴുതിയപ്പോൾ പറ്റിയ പിഴവാണെന്ന് ക്യാപ്സൂൾ ഗ്ലോബൽ സൊല്യൂഷൻസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. രണ്ടാം തീയതിയിലെ ബില്ലാണ് അത്. പ്രിൻസിപ്പൽ പറഞ്ഞത് ശരിയാണ്, വളരെ വളരെ ശരിയാണ്. അതിൽ എഴുതിയിരിക്കുന്നത് മോസിലോസ്കോപ്പ് 3 എന്നാണ്. അപ്പോൾ 3 മോസിലോസ്കോപ്പ് ഇവിടെ ഡെലിവറി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടി വി പ്രസാദിലേക്ക് പോകാം. ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ്. ബില്ലുണ്ട് എന്ന് പറഞ്ഞു. ഉണ്ടെന്ന് പറഞ്ഞ ബില്ലിപ്പോൾ നമ്മൾ കാണുന്നു. ആ ബില്ലിൽ നോക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഡെലിവറി എന്നതാണ്. അത് ഒരു സാധനം വാങ്ങുമ്പോൾ കൊടുക്കുന്ന ബില്ലല്ല എന്ന ഒറ്റ നോട്ടത്തിൽ ഒരു ലേമാന് മനസ്സിലാകും. എന്നിട്ടും പ്രിൻസിപ്പലിനത് മനസ്സിലായില്ലേ പ്രസാദ്? അത് തന്നെയാണ് ഇതിൽ ഉയരുന്ന ഗുരുതരമായ ഒരു ചോദ്യം സുജിയ. അതായത് ഇതൊരു 10-12 രൂപയുടെ പച്ചക്കറി വാങ്ങിക്കുന്ന സാധനമല്ല. ഇത് 12 ലക്ഷം രൂപ വിലയുള്ള സാധനമാണ് ഈ മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഈ സാധനം. സ്വാഭാവികമായി അത് ബില്ലല്ല എന്ന് മനസ്സിലാക്കാൻ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പറ്റണമായിരുന്നു. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്തതുപോലെ അഭിനയിച്ചതാണോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പ്രിൻസിപ്പലിനോട് ചോദിക്കാൻ തോന്നുന്നത് സുജിയ. അതായത് ഇത് സുജിയ പറഞ്ഞതുപോലെ ഇത് ബില്ലല്ല. ബില്ലാണെങ്കിൽ ഉണ്ടാവേണ്ടിയിരുന്നത് GST ബില്ലാണ്. ഇത് ഒരു സാധനം നന്നാക്കാൻ ഒരു സ്ഥാപനത്തിലേക്ക് കൊടുത്താൽ 13 ലക്ഷം രൂപയുടെ ഒരു ഉപകരണം വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു ബില്ല് കൊടുക്കുമെന്ന് വിചാരിച്ച ആളെ എന്താണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്? ആ ഒരു ബില്ല് കിട്ടിയിരിക്കുന്നു, പുതിയ ഉപകരണം കൊണ്ടുപോയി വെച്ചിരിക്കുന്നു ഡോക്ടർ ഹാരിസ് എന്ന് കേട്ടിരിക്കുന്നവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നില്ലേ ആ പ്രസന്റേഷൻ? അതാണ് സുജിയ, അതാണ് പോയിന്റും. സുജിയ ഇപ്പൊ പറഞ്ഞതാണ് അതിലെ പോയിന്റ്. അതായത് ഡോക്ടർ ഹാരിസ് അവിടെ നിന്ന് കാണാതായ മോസിലോസ്കോപ്പ് ഓഗസ്റ്റ് 2-ാം തീയതി, അതായത് പുതിയ ബില്ല് വെറും ഒരാഴ്ച പോലും ആയില്ല, ഓഗസ്റ്റ് 2-ാം തീയതി വാങ്ങി ഇവിടെ കൊണ്ടുവച്ചു. രണ്ടാമത്തെ ദിവസം പരിശോധിക്കുമ്പോൾ പുതിയൊരു വലിയ പെട്ടി എന്നൊക്കെ പറഞ്ഞ് സംശയത്തിന്റെ മുനയിൽ നിർത്തുകയായിരുന്നു ഡോക്ടർ ഹാരിസിനെ എന്നതാണ് സുജിയ. മാത്രമല്ല CCTVയിൽ ഒരാളെ കാണുന്നു, ആ റൂമിലേക്ക് കടക്കുന്നു. ഇതിൽ അസ്വാഭാവികതയുണ്ട്. വിശദമായ അന്വേഷണം വേണം. അങ്ങനെ വിശദമായ അന്വേഷണം നടത്തി അത് സർക്കാരിനെ അറിയിക്കും എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത്. അത് തന്നെയാണ് സുജിയ ഇതിൽ വേണ്ടത്. ഇതിൽ വിശദമായ ഒരു അന്വേഷണം വേണം. ഇതിൽ ഡോക്ടർ ഹാരിസ് നേരത്തെ തന്നെ പറയുന്നുണ്ട്, സ്റ്റോക്ക് രജിസ്റ്റർ പരിശോധിക്കാതെയാണ് മോസിലോസ്കോപ്പ് കാണാതായത് എന്ന് പറയുന്നത്. മോസിലോസ്കോപ്പ് കാണാതായിട്ടില്ല എന്ന് പറയുന്നു. നേരത്തെ സുജിയ പറഞ്ഞതുപോലെ ഈ ഡെലിവറി ചലാനിൽ മോസിലോസ്കോപ്പ് എന്നുള്ളത് അത് മാറി എഴുതിയതാണ് എന്ന് ജീവനക്കാർ പറയുന്നുണ്ട്. മാത്രമല്ല സുജിയ, ഇതിനി മോസിലോസ്കോപ്പ് തന്നെയാണെന്ന് കരുതിക്കോ, ഓഗസ്റ്റ് 2-ാം തീയതി കൊണ്ടുവന്നതാണെന്ന് കരുതിക്കോ. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ 3 എന്ന നമ്പർ വന്നു? മെഡിക്കൽ കോളേജ് അങ്ങനെയാണെങ്കിൽ 3 മോസിലോസ്കോപ്പ് അവിടെ കാണണ്ടേ? ഒരു ചെറിയ പെട്ടി, ഒരു വലിയ പെട്ടി, അത്രമാത്രമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രസാദ് സൂചിപ്പിച്ച ആ കടയിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. നമ്മൾ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കണമല്ലോ. കാരണം കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊതുജനം. ആ പൊതുജനത്തിന് മുന്നിലേക്ക് വസ്തുതകൾ പരിശോധിച്ച് പുറത്തുവിടുകയാണ് ടീം റിപ്പോർട്ടർ.